രണ്ട് പലം ചേർന്ന് നമ്മുടെ സെമി സ്റ്റാർട്ട് ആയിരിക്കും. ഓക്കെ, കളിയെ തുടരുകയാണ്. രണ്ട് ടൈറ്റ് ടീമുകൾ നേർക്ക് നേരെ കൂട്ടിയിടിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ. പല കണക്കുകളും വളർത്തി തീർക്കുവാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് നിലവിലെ ഒന്നാം സ്ഥാനക്കാരനും രണ്ടാം സ്ഥാനക്കാരൻ തമ്മിലുള്ള ആദ്യ സെമി ഫൈനൽ. കാൽപാദങ്ങൾ കൊണ്ട് കണക്കുകളുടെ കഥ പറയാൻ, കിരീടം വെട്ടിപ്പിടിക്കുവാൻ നായാടുകളുടെ കൺമണിലെ ജാഗ്രതയുമായി സ്വന്തം രക്ഷകനെ തിരിച്ചറിഞ്ഞ അവന്റെ നിഴലിൽ ചവിട്ടിരുന്ന ആധുനിക വടംവലിയുടെ മുഴുവൻ താളിയോലുകളും മനപ്പാടമാക്കിയ താര ചക്രവർത്തിമാരുടെ ലേഡികൾ മാറി പറയുന്നു. കാണികളൊക്കെ കൈയടിച്ചു കൊടുക്കും. വളരെ രണ്ട് സ്മാർട്ട് ടീമുകൾ, തെക്കൻ കേരളത്തിലെ രണ്ട് സുപ്രീം പവർഫുൾ രണ്ട് ടീമുകൾ ഇപ്പോൾ പതുക്കളി ലീഡ് ചെയ്യുന്നവർക്കളെ നെഹ്റു ട്രോഫിയുടെ ഫൈനൽ പോലെ അല്ലേ? തീർച്ചയായും മൈക്രോ സെക്കൻഡിൽ 4 മൈക്രോ സെക്കൻഡിലേക്ക് കിരീടമെത്തിയ കാര്യശാലും വലിയ ദിവാഞ്ചിയുമായി കരുതുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അവസാന ലാപ്പ് പോലെ മത്സരം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ഏതെതിരാളി വന്നാലും വടത്തിൽ നിന്ന് പിടിവിടാതെ എതിരാളിയുടെ ശിരസിലെ രക്തം കെട്ടുപിടിപ്പിക്കുന്ന താര തമ്പുരാക്കന്മാർ ശ്വാസമെടുപ്പ് പോലും അളന്നറിഞ്ഞ ശരീരത്തിന്റെ രൂപക്കുട്ടിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന പേടിയുടെ വിയർപ്പണം സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരുന്ന ശത്രു സൈന്യത്തെ തറപറ്റിക്കുവാൻ പടച്ചെറിഞ്ഞെത്തുന്ന മുടിചൂട പടയാളികളുടെ ഈ നാടൊരുക്കിയ നാട്യങ്ങൾ കളിയിൽ ആകാശ കാഴ്ചയാണ് നമ്മളെ കണ്ടുകൾ. മൈക്രോ സെക്കൻഡിലേക്ക് നടുഭാഗവും കാരിച്ചാലും വിയപുരവും നീളവും കുതിച്ചു പാഞ്ഞ അവസാന മൈക്രോയിൽ കാരിച്ചാൽ കിരീടം ഉയർത്തിയ നമ്മളെല്ലാവരും കണ്ട മൈക്രോ സെക്കൻഡിൽ ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഷബിൻ കാസർഗോഡിന്റെ ബാക്ക് കളിക്കാരന്റെ ശൈലിയിലേക്ക് മാറി. ഇതാണ് മത്സരങ്ങളോ ചെറുപുഷ്പം വെള്ളമുള്ള നെയ്യാറ്റിൻകര ഒരു പോരാളികളുടെ മോശക്കാരനല്ല. 1 ശതമാനം 1000 ശതമാനം കൈയടിച്ച് സ്വീകരിക്കും. കളിയെ തുടരുകയാണ്. ലീഡ് പതുക്കെ കരുത്തിന്റെ ലീഡാണ്. കേവലം 14-ാമത്തെ വയസ്സിൽ സൂര്യനെ പോലും വെല്ലുവിളിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കരുത്തന്റെ നാമധേയത്തിൽ ഹെർക്കുലീസ് ആയിപ്പറക്കുന്ന ചെമ്പരന്തിനെ അടയാളമായി സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ചെറുപുഷ്പ സൈഡിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പുരോഗമിക്കുന്ന കളി. അതെ, ആവേശം തിമർപ്പിക്കുന്നു. ഈ രണ്ട് ടീമും നമ്മുടെ കിലോമീറ്റർ കേവലം 27 കിലോമീറ്റർ മാത്രം ദൂരം. 27 കിലോമീറ്റർ മാത്രം ദൂരം. ഞാനത് വിശ്വസിക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പടച്ചട്ടയണിഞ്ഞ് നിൽക്കുന്ന റോമൻ പടയാളികളെ പോലെ രണ്ട് ബാക്ക് കളിക്കാർ. രണ്ടുപേരും ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടമാണ്. വിജയത്തിന്റെ അവസാന മൈക്രോവനെ സ്വന്തം ദേശത്തിന് വേണ്ടി പടവരുന്ന രണ്ട് ബാക്ക് കളിക്കാർ. 2-ൽ നിന്ന് വാസു, മറുസൈഡിൽ സലേൻ, 2-ൽ വിഷ്ണു, ഇപ്പുറത്ത് ഉരുക്ക് പോരാളി പ്രദേശ്, 3-ാം നമ്പറിൽ സെമി, 4 വിനീത്, 5 സന്തോഷ് കാണ്ടാക്കട, ജിനോ, രഞ്ജു കാണ്ടാക്കട, കോച്ച് സമീർ, മറുസൈഡിൽ 2-ൽ വിഷ്ണു, 3-ൽ ഏറ്റവും എക്സ്പോർട്ട് കളിക്കാരനായ നിസാർ, സന്തോഷ്, അതിനുശേഷം നിൽക്കുന്നത് ചന്തു, അതിനുശേഷം സജു, 7-ാം ഷബിൻ, 7-ാം നമ്പറിൽ ഇതാ പ്രിയമുള്ളവരെ നൂറിൻ, 8-ൽ ഷബിൻ, കോച്ച് മണക്കോ വേണ്ടി കിടക്കാൻ ക്ഷണിക്കുന്നു. കൈയടിച്ച് സ്വീകരിക്കും. നാടുവാഴികളുടെ നാട്ടുരാജാക്കന്മാരുടെ അഹങ്കാരത്തിന് അടിപ്പെടുത്തുവാൻ മണ്ണിനും പൊന്നിനും വേണ്ടി അംഗചേകവന്മാർ നടത്തിയ ആ പഴയ ഉടമ്പടികൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വടംവലിയുടെ താര തമ്പുരാക്കന്മാർ ഈ ശ്രാപകോട്ടിൽ കിരീടമുയർത്തുവാൻ വന്നിരിക്കുന്ന ഈ പോരാട്ടത്തിൽ കാണികൾക്ക്
കൈയടിച്ചെടുക്കുക. പ്രിയമുള്ളവരെ, കരുത്തിന്റെ ദേവൻ മുന്നോട്ട് നിൽക്കുന്നു. നിലവിലെ ചാമ്പ്യന്മാർക്കും വിട്ടുകൊടുക്കുന്ന ഇനമല്ല, ഉരുക്ക് പടയാളികളാണ്. ഒന്നിനൊന്ന് തീർന്ന് മത്സരിക്കുന്ന ഇത്രയും രസകരമായ മത്സരങ്ങളിൽ നാടോട്ടമായപ്പോൾ നല്ല കയ്യിൽ പിടിച്ചു. അടയാളം സ്വീകരിച്ചുകൊണ്ട് ഇതാ പ്രിയമുള്ളവരെ, റാഗിപ്പറക്കുന്ന ചെമ്പരന്റെ നീ കണ്ടോ മാമാങ്ക, വേല കണ്ടോ, വേലയും കണ്ടു, വിളക്കം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടതാ തച്ചൂർ കുന്നിന്റെ കളി മനസ്സിലേക്ക് കയറിപ്പറ്റിയ കളിസംഘങ്ങൾ രണ്ടും വെമ്പായവും ചെറുപ്പവും കിലോമീറ്റർ വന്നിരിക്കുന്ന 42 കിലോമീറ്റർ എന്ന് പറയുന്നു. വാശിയേറിയ പോരാട്ടത്തോടെ തുടരുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. മത്സരങ്ങളോ ഒന്ന് കൈയടിച്ചു കൊടുക്കും പ്രിയമുള്ളവരെ. ഇത്രയും ശക്തമായ മത്സരം ഈ നാടിന് സമ്മാനിക്കുമ്പോൾ വെറും കാഴ്ചക്കാരാവാതെ ഒന്ന് കൈയടിച്ചു കൊടുക്കും. അതിന് 2016 അസോസ ആദ്യമായി ഇവിടെ മത്സരം നടത്തുമ്പോൾ ഓർക്കുന്നുണ്ടാവല്ലോ, ഷാദിയനും അതിനൊക്കെ അയച്ച മത്സരം ഇവിടെ ഏറ്റെടുത്ത് ആദ്യം ചെയ്യുന്ന നമ്മുടെ സജീവായിരുന്നു. ഓക്കെ, പിന്നെ അത് കോവിഡിന്റെ കാലഘട്ടം നിർത്തിവെച്ച് കഴിഞ്ഞ വർഷം 3ാമത്